11 സെപ്റ്റംബർ 2001 അമേരിക്ക ഏകദേശം രാവിലെ 8 മണിയോടുകൂടി അമേരിക്കൻ ഫ്ലൈറ്റ് 11 ബോസ്റ്ററിൽ നിന്ന് ലോസ് ഏഞ്ചലസിലേക്ക് യാത്ര തുടങ്ങുന്നു. 11 ക്രൂ മെമ്പേഴ്സും 81 യാത്രക്കാരുമായിരുന്നു ആ ഫ്ലൈറ്റിനകത്തുണ്ടായിരുന്നത്. 15 മിനിറ്റുകൾ കഴിഞ്ഞപ്പോഴാണ് അവർക്ക് ആ കാര്യം മനസ്സിലായത്. യാത്രക്കാരിലുണ്ടായിരുന്ന 5 പേര് ഹൈജാക്കേഴ്സ് ആണെന്ന് കഴിഞ്ഞു. യാത്രക്കാരെ അവർ അവരുടെ നിയന്ത്രണത്തിലാക്കി. അപ്പോഴും അവരുടെ ലക്ഷ്യം ആരോടും പറഞ്ഞില്ല. ആ യാത്രക്കാരിൽ അവരെ തടയാനുള്ള ധൈര്യം ആർക്കും ഉണ്ടായിരുന്നില്ല. അവർ ആ വിമാനത്തിന്റെ കോക്പിറ്റിനെ ലക്ഷ്യമാക്കി നടന്നു. പൈലറ്റുമാരെ തൂക്കി മുമ്പിൽ നിർത്തി വിമാനം നിയന്ത്രിക്കാനായിരുന്നില്ല അവരുടെ ലക്ഷ്യം. അവർ ആ പൈലറ്റുമാരെ കൊല്ലുകയായിരുന്നു ചെയ്തത്. ഹൈജാക്ക് കേസിൽ ഒരാൾ ഫ്ലൈറ്റിന്റെ നിയന്ത്രണം ഏറ്റെടുത്തു. മറ്റേതോ എയർപോർട്ട് ആയിരുന്നെന്നാണ് യാത്രക്കാർ വിചാരിച്ചത്. എന്നാൽ അവരുടെ ലക്ഷ്യം എയർപോർട്ട് ആയിരുന്നില്ല. വിമാനം താഴോട്ട് കുറച്ച് താത്തുകയും അതുപോലെ തന്നെ വിമാനത്തിന്റെ വേഗത അവർ കൂട്ടുകയും ചെയ്തു. വിമാനം ഇപ്പോൾ ഭയങ്കരധികം വേഗത്തിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ലക്ഷ്യം അമേരിക്കയുടെ തന്നെ വേൾഡ് ട്രേഡ് സെന്റർ ആയിരുന്നു. യാത്രക്കാർ മരണം അവരുടെ കൺമുന്നിൽ കണ്ടു. ഹൈജാക്ക് കേസ് അമേരിക്കൻ ഫ്ലൈറ്റ് 11 അമേരിക്കയുടെ തന്നെ വേൾഡ് ട്രേഡ് സെന്ററിന്റെ നോർത്ത് ടവറിൽ ഇടിച്ചുവീഴുകയാണ് ചെയ്തത്. ഹൈജാക്ക് കേസ് ആണെന്ന് ആരും അറിഞ്ഞില്ല. ഫ്ലൈറ്റ് ഓടിച്ചിരുന്ന പൈലറ്റിന് ഹാർട്ട് അറ്റാക്ക് വന്നതായിരുന്നെന്നാണ് ആദ്യമേ എല്ലാവരും വിശ്വസിച്ചത്. ആ നിഗമനത്തിന് ഏതാണ്ട് 17 മിനിറ്റ് മാത്രമേ ആയുസുണ്ടായിരുന്നുള്ളൂ. 17 മിനിറ്റിന് ശേഷം വേൾഡ് ട്രേഡ് സെന്ററിന്റെ സൗത്ത് ടവറിലേക്ക് അടുത്ത വിമാനം ഇടിച്ചു കയറുകയായിരുന്നു ചെയ്തത്. എന്താണ് സംഭവിക്കുന്നത് എന്ന് ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായിരുന്നില്ല. അമേരിക്ക മൊത്തം ഭയം പടർന്നു. ഈ വാർത്ത മുഴുവൻ ലോകം അറിയുകയും ചെയ്തു. ആരാണ് ഇതിന് പിന്നിലുള്ള കാര്യം ആർക്കും മനസ്സിലായില്ല. അതിനുശേഷം പെറ്റഗൺ എന്ന അമേരിക്കയുടെ ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ്ക്വാർട്ടേഴ്സിൽ അടുത്ത ഫ്ലൈറ്റ് ആക്രമണം നടക്കുകയാണ് ചെയ്തത്. വാഷിംഗ്ടണിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്ത ഫ്ലൈറ്റ് ആയിരുന്നു അത്. അമേരിക്കൻ എയർലൈൻസിന്റെ 77 ആയിരുന്നു ആ ഫ്ലൈറ്റ്. ആ ഫ്ലൈറ്റിലും 5 ഹൈജാക്കേഴ്സ് ഉണ്ടായിരുന്നു. ഇനി എന്ത് ചെയ്യുമെന്ന് ഉദ്യോഗസ്ഥർക്ക് ഭയം തോന്നി. മാത്രമല്ല അമേരിക്കയുടെ ജനങ്ങളുടെ മനസ്സിൽ ഭയം വർദ്ധിക്കുകയും ചെയ്തു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റായ ജോർജ് ബുഷ് ഉത്തരവിട്ടു. ഇപ്പോൾ അമേരിക്കയിൽ പറന്നുകൊണ്ടിരിക്കുന്ന എല്ലാ വിമാനവും അടുത്തുള്ള എയർപോർട്ടിൽ ലാൻഡ് ചെയ്യണം എന്നുള്ള കാര്യമായിരുന്നു. എത്രയും പെട്ടെന്ന് ലാൻഡ് ചെയ്യണം എന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. ലാൻഡ് ചെയ്ത വിമാനങ്ങളുടെ ലിസ്റ്റ് എടുത്ത് നോക്കിയപ്പോൾ അതിൽ ഒരു വിമാനം മാത്രമില്ലായിരുന്നു. യുണൈറ്റഡ് എയർലൈൻസ് ഫ്ലൈറ്റ് 93 ആയിരുന്നു അത്. അതിപ്പോഴും ആകാശത്ത് പറന്നുകൊണ്ടിരിക്കുന്ന കാര്യം അവർക്ക് മനസ്സിലായി. ഭയം അമേരിക്ക മൊത്തം പടർന്നു. ആ വിമാനം ഹൈജാക്ക് ചെയ്തിരുന്നു. വിമാനത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന യാത്രക്കാർക്ക് മനസ്സിലായി തങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വിമാനം ഹൈജാക്ക് ചെയ്തെന്നുള്ള കാര്യം. ഈ വിവരം താഴെയുള്ളവരെ അറിയിക്കാൻ വേണ്ടി അതിൽ സഞ്ചരിച്ചിരുന്ന കുറച്ച് ആൾക്കാർ അവരുടെ ഫോൺ സ്വിച്ച് ഓൺ ആക്കിയപ്പോൾ കൂട്ടുകാരിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും അവർക്ക് ഫോൺ കോൾസ് വന്നു. അതായത് കുറച്ചു മുമ്പ് നടന്ന ഫ്ലൈറ്റ് ക്രാഷിനെ കുറിച്ചായിരുന്നു ആ കോൾസ്. ഈ ഫ്ലൈറ്റ് ഹൈജാക്ക് ചെയ്തേക്കുന്നതും അതിനുവേണ്ടി തന്നെയാണെന്ന് യാത്രക്കാർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ വേറൊരു വഴിയും ഇല്ലെന്ന് മനസ്സിലായപ്പോൾ അവർ ആ ഹൈജാക്കേഴ്സിനെ അറ്റാക്ക് ചെയ്യുകയും ചെയ്തു. എന്നിട്ടും അവർ ആ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ അവർ തീരുമാനിച്ചില്ല. ബോധപൂർവം പെൻസിൽവാനിയയിലെ വാഷിംഗ്ടണിന് സമീപം ഒഴിഞ്ഞ ഒരു ഫീൽഡിൽ ക്രാഷ് ലാൻഡ് ചെയ്യുകയായിരുന്നു ചെയ്തത്. 3 സ്ഥലങ്ങളിലും മൊത്തത്തിൽ 3000-ലധികം ആൾക്കാർ മരിക്കുകയും 6000-ലധികം ആൾക്കാർക്ക് സാരമായ പരിക്ക് ഉണ്ടാവുകയും ചെയ്തു. FBI ഇതിനുവേണ്ടിയുള്ള അന്വേഷണം തുടങ്ങി. എന്നിട്ടും അവർക്ക് തെളിവുകളൊന്നും കിട്ടിയിരുന്നില്ല. അമേരിക്കയിലെ പോസ്റ്റൽ ലോഗൺ എയർപോർട്ടിൽ നിന്ന് അവർക്കൊരു കോൾ. അവർ എത്രയും പെട്ടെന്ന് ആ എയർപോർട്ടിലേക്ക് എത്തി. സ്ഫോടനം നടന്ന ഫ്ലൈറ്റിലെ ഒരാളുടെ ആയിരുന്നു ആ ബാഗ്. അവർ വിചാരിച്ചതുപോലെ തന്നെ ഹൈജാക്ക് കേസിൽ ഒരുവന്റെ ആയിരുന്നു ആ ബാഗ്. അതിൽ അവരെ സംബന്ധിച്ച കാര്യങ്ങളും അതുപോലെ തന്നെ അവരുടെ അൽ-ഖ്വയ്ദ ബന്ധങ്ങളെക്കുറിച്ചും അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. FBIക്ക് ഈ ഫ്ലൈറ്റ് ആക്രമണത്തെ പറ്റി പ്രവർത്തിച്ചായി തോന്നിയത് ഒസാമ ബിൻ ലാദനെയായിരുന്നു.